രംഗം ആവർത്തിക്കുകയാണ്. വിതുരർ പോകുന്നു, ചൂതുകളി മത്സരത്തിനായി ക്ഷണിക്കുന്നു. യുധിഷ്ഠിരനും പാണ്ഡവന്മാരും ഹസ്തിനപുരത്തേക്ക് വരുന്നു. ഒളിഞ്ഞല്ല, തെളിഞ്ഞു തന്നെ ഈ ചതി മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് യുധിഷ്ഠിരൻ ഇതിനെ നിഷേധിച്ചില്ല? എന്തുകൊണ്ട് പാണ്ഡവർ ജ്യേഷ്ഠൻ പറഞ്ഞതിന് കൂട്ടുനിന്നു? തോറ്റുകഴിഞ്ഞാൽ 12 വർഷം വനവാസവും 1 വർഷം ഒളിജീവിതവും, അതായത് ആരും കാണാതെ എവിടെങ്കിലും ഒളിച്ചുപോയി താമസിക്കണം. ഇതിനിടയിൽ ഇവർ കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും 12 വർഷം വനവാസം. കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് തന്നെ യുധിഷ്ഠിരനും പാണ്ഡവരും കളിക്ക് തയ്യാറായി. പ്രതീക്ഷിച്ച പോലെ തന്നെ ദയനീയമായി പരാജയപ്പെട്ടു. പാണ്ഡവർ ഒന്നടങ്കം കുന്തിയുമായി വനവാസത്തിന് പോകുന്നു. 12 വർഷം വനവാസവും 1 വർഷം ഒളിജീവിതവും കഴിഞ്ഞ് എല്ലാം വിജയകരമായി കഴിഞ്ഞ് അവർ മടങ്ങി വരുന്നു. ഈ കാലയളവിലാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ദുര്യോധനായാലും കൗരവർ ആയാലും എല്ലാവരോടുമുള്ള പകയും വൈരാഗ്യവും ആളിപ്പടർന്നതും അവരോട് എങ്ങനെയും പകരം വീട്ടണം എന്നുള്ളൊരു മനസ്സിനെ പാകപ്പെടുത്തിയതും എല്ലാവിധ ആയുധ കലകൾ അഭ്യസിച്ചതും ആത്മവിശ്വാസവും എല്ലാം ഉണർത്തിയെടുത്തതും ഈ നീണ്ട കാലയളവിലായിരുന്നു.